തിരുവനന്തപുരത്ത് സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. തിരുവനന്തപുരം അട്ടക്കുളങ്ങര സെൻട്രൽ സ്കൂൾ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന SSKയുടെ ഓഫീസിന്റെ മേൽക്കൂരയാണ് തകർന്നത്. രജിത് കുമാറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രജിത് കുമാർ, എപ്പോഴായിരുന്നു ഈ മേൽക്കൂര തകർന്നു വീണത്? എന്താണ് അധികൃതർ പറയുന്നത്? വൈകിട്ട് 5:30 കൂടിയാണ് കെട്ടിടത്തിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു വീഴുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയത്. 5:30 ഓഫീസിൽ നിന്നും ആളുകൾ ഇറങ്ങിയതിന് ശേഷമാണ് ഇത്തരമൊരു അത്യാഹിതം ഉണ്ടായത്. മറ്റ് ആളപായങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കെട്ടിടത്തിന്റെ ഒത്ത നടുഭാഗമാണ്. ഇത് ഈ ഭാഗത്തെ കെട്ടിടത്തിന്റെ ആ ഭാഗമാണ് ഇടിഞ്ഞ് താഴേക്ക് വരികയും ഓടുകൾ സഹിതം ഓഫീസിലേക്ക് വരികയും ചെയ്തത്. ഇത് SSIയുടെ ജില്ലാ പ്രോജക്റ്റ് ഓഫീസാണ്. സമഗ്ര ശിക്ഷ കേരളത്തിൻ്റെ പ്രോജക്റ്റ് ഓഫീസ്, തിരുവനന്തപുരത്തെ പ്രോജക്റ്റ് ഓഫീസാണിത്. ഇവിടെ ജീവനക്കാർ ഉണ്ടായിരുന്നു. ജീവനക്കാർ 5 മണിക്ക് 5:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ജീവനക്കാർ ഇവിടെ നിന്നും ഇറങ്ങിയതിന് ശേഷമാണ്, പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ഈ കെട്ടിടം തകർന്നു വീഴുന്നത്. ഒരു പക്ഷേ മഴ ഉൾപ്പെടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിന് മുമ്പ് തന്നെ ഒരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് ജീവനക്കാർ തന്നെ പറയുന്നത്. എന്ത് തന്നെയായാലും വലിയൊരു അപകടമാണ് വഴിമാറിപ്പോയത് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അതേസമയം വലിയൊരു നാശനഷ്ടം കൂടി സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമഗ്ര ശിക്ഷ കേരളത്തിൻ്റെ ഈ കെട്ടിടം, അത് ജില്ലാ പ്രോജക്റ്റ് ഓഫീസിൻ്റെ കെട്ടിടം നേരത്തെ 2025 രണ്ടാമത്തെ തവണ നവീകരിച്ചിരുന്നു. അതുപോലെ തന്നെ 2020 1,77,00,000 രൂപ മുടക്കി നവീകരിച്ച കെട്ടിടമാണ്. പിന്നീട് വി ശിവൻകുട്ടി മന്ത്രിയായിരിക്കുന്ന സമയത്തും സമഗ്ര ശിക്ഷ കേരളം, ഇപ്പോൾ കാണുന്ന ഈ ഫലകത്തിൽ നമുക്ക് കാര്യങ്ങൾ ദൃശ്യമാകും. 2025 7-ാം മാസം ഇത് വീണ്ടും നവീകരിച്ച പ്രോജക്റ്റ്. അങ്ങനെ 2 തവണ 6 വർഷത്തിനിടയിൽ 2 തവണ നവീകരിച്ച കെട്ടിടമാണ് ഇത്തരത്തിൽ തകർന്നു വീണിരിക്കുന്നത് എന്നാണ്. വലിയൊരു അപകടം ഒഴിവായി എന്നത് മാത്രമാണ് ഏറെ ആശ്വാസകരമായ ഒരു കാര്യമുള്ളത്. എന്തുതന്നെയായാലും ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് പോയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്കാർക്കും പരിക്കില്ലാതെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് നഗരസഭയുടെ പ്രതിനിധികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഏത് തരത്തിലുള്ള ഒരു വലിയൊരു അഴിമതി കൂടിയാണെന്ന് ഇതിനകത്ത് കാണാൻ കഴിയും. കാരണം 6 വർഷത്തിനിടെ 2 തവണ നവീകരിച്ച ഒരു കെട്ടിടം കൂടിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ആശ്വാസം എന്ന് പറയുന്നത്, ആർക്കും മനുഷ്യന് ഒരു അപകടവും സംഭവിച്ചില്ല. കുറച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ തന്നെ 1,76,00,000 രൂപയുടെ 2020 നവീകരിച്ച കെട്ടിടമാണ് ഈ മന്ദിരം. അതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 2020 വീണ്ടും അത് നവീകരിച്ചതായും ഉദ്ഘാടനം ചെയ്തതായും അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ, ഇവിടുത്തെ സ്ഥല MLA കൂടെയാണ് ഇത് വീണ്ടും 2025 വീണ്ടും നവീകരണ ഉദ്ഘാടനം നടത്തിയിരിക്കുന്നത്. ഇത് സ്കൂൾ കെട്ടിടമല്ല. സ്കൂൾ കെട്ടിടം എന്ന് പറഞ്ഞാൽ സ്കൂൾ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന, നേരത്തെ ഉണ്ടായിരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കെട്ടിടമായിരുന്നു. അത് പ്രവർത്തിക്കായിരുന്ന കാലഘട്ടങ്ങളിൽ ഇത് സമഗ്ര ശിക്ഷ SSK കേരള ജില്ലാ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അവർ തന്നെ, വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഇത് നവീകരിച്ച് എടുത്ത ഒരു കെട്ടിടമാണ് എന്നുള്ളതാണ്. ഇന്നും രാവിലെ മുതൽ വൈകുന്നേരം 5:30 മണി വരെ പ്രവൃത്തി ഉണ്ടായിരുന്നൊരു ഓഫീസാണ്. ഇന്ന് മഴയോ കാറ്റോ ഉണ്ടായിട്ട് അല്ല ഇത് തകർന്നു പോയത്. ഇത് അന്വേഷണം നടത്തി വരുമ്പോഴത്തേക്ക് മാത്രമേ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി നമുക്ക് സാധിക്കുള്ളൂ. തീർച്ചയായും ഇത് അന്വേഷിക്കേണ്ടതാണ്, അന്വേഷണം നടത്തേണ്ടതാണ്. കാരണം ഏതാണ്ട് 2 കോടിയിൽ പരം രൂപ, അതായത് 2020 ശേഷം ചെലവഴിച്ചിരിക്കുന്ന ഈ കെട്ടിടം തകർന്നിരിക്കുന്നത്. കെട്ടിടത്തിന്റെ പരിശോധന, അത് നഗരസഭയുടെ ഭാഗത്തു നിന്നും ഈ സ്കൂളുകളുടെ പരിശോധന നടത്തിയ കൂട്ടത്തിൽ ഇതിന്റെ പരിശോധന നടത്തേണ്ടതാണോ? എന്താണ് ഇത് നടത്താതെ വിട്ടുപോയതാണ്? എങ്ങനെയാണ്? അല്ല, അതിപ്പോൾ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ചെമ്പഴന്തൂതിന് ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് നഗരസഭ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന വേളയിൽ എല്ലാ സ്കൂളുകളിലും ആദ്യം തന്നെ മെയിൻ്റനൻസ് നടത്താൻ, അറ്റകുറ്റപ്പണികൾ തീർക്കാൻ, ബലക്ഷയം ഒഴിവാക്കാൻ 5 ലക്ഷം രൂപ എല്ലാ സ്കൂളുകളിലും കൊടുത്തു. അതിനുശേഷം ഞങ്ങളുടെ മാർഗ്ഗരേഖ അനുസരിച്ച് എഞ്ചിനീയറിംഗ് വിഭാഗവും മറ്റുദ്യോഗസ്ഥരും പ്രഥമാധ്യാപകരുടെ യോഗമൊക്കെ വിളിച്ച് സമഗ്രമായ പരിശോധന നടത്തി ബലം ഉണ്ട് എന്ന് ഉറപ്പുള്ള കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. എന്നാൽ അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ്. എന്നാൽ വിദ്യാലയങ്ങളുടെ കോമ്പൗണ്ടിൽ മറ്റു പല ഓഫീസുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് തന്നെ ഉദാഹരണം, സമഗ്ര ശിക്ഷ കേരളം ജില്ലാ പ്രോജക്റ്റ് ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുകയാണ്. ഈ മന്ദിരമാണ് തകർന്നു വീണത്. ഈ മന്ദിരത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഈ വേളയിൽ ഫിറ്റ്നസ് പരിശോധിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ കെട്ടിടം എപ്പോഴാണ് പണിതത്? 2020 നവംബർ 4 ഈ കെട്ടിടം പുതുക്കി പണിതത്. 1,77,00,000 രൂപ ചെലവഴിച്ച് അന്നത്തെ മുഖ്യമന്ത്രി ശിലാഫലകം അനാവരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്തതിന്റെ ചിത്രം തൊട്ട് മുമ്പിലുണ്ട്, നോക്കിയുള്ളൂ. അത് കഴിഞ്ഞിട്ടോ 20 കഴിഞ്ഞിട്ട് വീണ്ടും 2025 വീണ്ടും പണി ചെയ്തിരിക്കുന്നു.
ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. പൈതൃക മന്ദിരം എന്നുള്ള വ്യാജേന ഇതെല്ലാം പുറംപൂച്ച് പോലെ പുറത്തിങ്ങനെ പൊതിഞ്ഞ് പണി ചെയ്ത് നടത്തുന്ന തട്ടിപ്പിൻ്റെ ഒന്നാമത്തെ ഏറ്റവും പ്രഥമമായ ഉദാഹരണമാണിത്. ഇതുതന്നെയാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. ഇതുതന്നെയായാലും സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്ന് തന്നെയാണ്, സ്കൂളിൻ്റെ കെട്ടിടത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ ഓഫീസും പ്രവർത്തിച്ചിരുന്നത്. ഒരു പക്ഷേ വിദ്യാർത്ഥികളൊക്കെ ഉള്ള സമയത്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ അപകടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. എന്തുതന്നെയായാലും അത്തരം കാര്യങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. ആർക്കും ആളപായമില്ല, ആർക്കും പരിക്കുമില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കെട്ടിടത്തിൽ പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കെട്ടിടത്തിൻ്റെ ഏകദേശം മീറ്റിംഗ് ഹാൾ, അത് ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഓഫീസേഴ്സിൻ്റെ ഇരിപ്പിടങ്ങളും ഒപ്പം തന്നെ മീറ്റിംഗ് ഹാൾ അടക്കമുള്ള സ്ഥലങ്ങളാണ് ഇത്തരത്തിൽ തകർന്നു വീണതിനകത്തുള്ളത്. ഓഫീസിൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഈ കെട്ടിടം തകർന്നു വീഴുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്, എന്താണ് ആ സമയത്ത് സംഭവിച്ചത്? അത് നമ്മൾ സാധാരണഗതിയിൽ ഓഫീസ് ടൈം കഴിഞ്ഞ് 5 മണിയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഒരു ചെറിയ സൗണ്ട് കേട്ടു. ഒരു 5:10 ഒക്കെ ആയപ്പോഴത്തേക്കാണ് സൗണ്ട് കേട്ടത്. സൗണ്ട് കേട്ട് ഞങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സൗണ്ട് പറഞ്ഞു തീരുന്നിടയ്ക്ക് കട്ടളയും ഓടോടും എല്ലാം കൂടെ താഴോട്ട് നിലംപതിക്കുന്ന ആ സമയത്ത് തന്നെ നിലംപതിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. പക്ഷേ ഈ സ്ത്രീകളടക്കമുള്ള ആൾക്കാർ അപ്പോഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. 5 മണി കഴിഞ്ഞ് ഓഫീസ് ടൈം കഴിഞ്ഞതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ട് ബസ് കയറാൻ ബസ് സ്റ്റോപ്പ് അടുത്തായതുകൊണ്ട് തന്നെ അവർ പോവുകയാണ് ചെയ്തത്. നമ്മളൊരു ചെറിയൊരു അപകടം. അതെ, ചെറിയ. എത്ര പേര് ഇവിടെ ജോലി? ഇവിടെ ആകെ ഉള്ളത് 18 സ്റ്റാഫാണ്. 18 സ്റ്റാഫ് ഉണ്ടായിരുന്നതിൽ ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നത് ഒരു 10-12 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സ്ത്രീകൾ ഒഴിവാക്കിയാൽ ഒരു 6-7 പേര് ആണുങ്ങൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ജെൻ സ്റ്റാഫ് മാത്രമാണ് ഇവിടെ ആ സമയത്തുണ്ടായിരുന്നത്. അതെ, ശരി. തീർച്ചയായും അങ്ങനെയാണ്. വലിയൊരു അപകടം ഒഴിവായതിൻ്റെ ആശ്വാസത്തിലാണ് ഇവിടുത്തെ ജീവനക്കാർ ഒക്കെയും ഉള്ളത്. എന്തിനായാലും കെട്ടിടം അത് പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഒരു പക്ഷേ ഇതിനകത്ത് 2 തവണ നവീകരിച്ച കെട്ടിടമാണ്. 6 വർഷത്തിനിടയിൽ 2 തവണ നവീകരിച്ച കെട്ടിടമാണ് തകർന്നതെന്ന് ഏറെ ശ്രദ്ധേയമാണ്. എന്തിനായാലും ഇനി ഇതിൻ്റെ പരിശോധനകളടക്കം നടത്തിയെങ്കിൽ മാത്രമേ ഇതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് കൃത്യത വരുത്താൻ കഴിയുകയുള്ളൂ. ശരി. തിരുവനന്തപുരം മട്ടക്കുളങ്ങര സെൻട്രൽ സ്കൂൾ പ്രവർത്തിക്കുന്ന SSKയുടെ കെട്ടിടത്തിന്റെ ഓഫീസിന്റെ മേൽക്കൂരയാണ് തകർന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് 2020-ൽ 77 ലക്ഷം രൂപ ചെലവഴിച്ച് പുതുക്കി പണിതതാണ്. ഒപ്പം തന്നെ 2025-ലും കെട്ടിടം നവീകരിക്കുകയും ചെയ്തു. അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ ഇതെന്താണ് സംഭവിച്ചത്, ഏതെങ്കിലും രീതിയിലുള്ള അഴിമതിയൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ആളപായമില്ല എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. രജിത്താണ് വിവരങ്ങൾ നൽകിയത്.